This call is now being recorded. Good afternoon. Good afternoon. Good afternoon, ma'am. എല്ലാവരും Good afternoon, ma'am. മ്യൂട്ട് ചെയ്യൂ എല്ലാവരും. അഷിത മ്യൂട്ട് ചെയ്യൂ. ഓക്കെ. ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മള് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് പഠിച്ചല്ലേ, ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ എന്തായിരുന്നു, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ ലീക്കേജ് ഉണ്ടായാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്? ഓക്കെ, ഇപ്പൊ നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത് മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, കിട്ടിയോ? മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. അതില് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, മെർക്കുറിയുടെ സ്പില്ലേജ് ഉണ്ടായാൽ അതിനെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യേണ്ടത്, ഏത് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്ത് ആ ഏരിയ ക്ലീൻ ചെയ്യേണ്ടത്, ഓക്കെ, എങ്ങനെയായിരിക്കണം അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അബ്സോർബൻ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യേണ്ടത്, ഓക്കെ, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. Mercury leakage can be dangerous to human health and the environment, and actual management is vital. Okay, നമുക്കറിയാം മെർക്കുറി സ്പില്ലേജ് എന്തൊക്കെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും എന്താണ് ഹാംഫുള്ളി അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്താണ് മെർക്കുറി വേപ്പേഴ്സ് നമ്മൾ ഇൻഹെയിൽ ചെയ്താൽ പലതരം പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? ബ്രീത്തിങ് ഇഷ്യൂസ് വരാം, ലങ്സിനെ ഡാമേജ് ചെയ്യാം, നെർവ് സിസ്റ്റം ഡാമേജ് ആകാം, ഓക്കെ, അങ്ങനെ പലതരം ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ മെർക്കുറി സ്പില്ലേജ് ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് കോണ്ടാക്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചില പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ എന്താണ്? എവിക്ട് ദ ഏരിയ. ഓക്കെ, എവിക്ട് ദ ഏരിയ. ഇഫ് ദ സ്പിൽ ഈസ് ഇമ്പോർട്ടന്റ്, evict the area and call emergency services. ഓക്കെ, മെർക്കുറി സ്പില്ലേജ് ഉണ്ടായാല്, ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്പില്ലേജ് ആണെങ്കിൽ, ഒന്നോ രണ്ടോ ഡ്രോപ്സ് അല്ല, അത് മേജർ ആയിട്ടുള്ള ഒരു ലീക്കേജ് ആണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഏരിയ എവിക്ട് ചെയ്യണം. എന്ത് എവിക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഏരിയ ഒഴിപ്പിക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? കോൾ എമർജൻസി സർവീസിലോട്ട് കോൾ ചെയ്യേണ്ടതാണ്. ക്ലിയർ ആണോ? അപ്പൊ ഇത്തരത്തില് മെർക്കുറി സ്പില്ലേജിന്റെ മേജർ ആയിട്ടുള്ള ഒരു ലീക്കേജ് ഉണ്ടായാൽ ഫസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, ആ ഏരിയ എവിക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, എമർജൻസി സർവീസിലോട്ട് കോൾ ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് വൺ ക്ലിയർ ആണല്ലോ. Then take away jewelries. Take away all jewelry from hands and wrist so that the mercury can't combine with the valuable metals. ഓക്കെ, മെർക്കുറിക്ക് എന്താ ഒരു പ്രത്യേകത? ഇത് മെറ്റൽസുമായിട്ട് അല്ലെങ്കിൽ ഓർണമെന്റ്സുമായിട്ട് ജ്വല്ലറീസുമായിട്ട് എന്ത് ചെയ്യും, മെർജ് ആകും. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? ഗോൾഡ് എന്ത് ചെയ്യും, മെർക്കുറിയിൽ ഡിസോൾവ് ആകും. അപ്പൊ അത്തരം ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിനു മുൻപ് എന്ത് ചെയ്യണം, ഇതുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ PP വെയർ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഈ ജ്വല്ലറീസ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ടേക്ക് അവേ ഓൾ ജ്വല്ലറീസിനെ ആയിക്കോട്ടെ മെറ്റൽസിനെ ആയിക്കോട്ടെ മെർക്കുറി ഡാമേജ് ആക്കുന്നുണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഉണ്ടാകാതിരിക്കാനായിട്ട് അതിനു മുൻപ് നമ്മൾ എന്താണ്, എല്ലാ ഓർണമെന്റ്സും, വാച്ച് ആയിക്കോട്ടെ ഓർണമെന്റ്സ് ആയിക്കോട്ടെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് തേർഡ് വൺ, വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. എന്താ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്? എന്താ? PPE, പേഴ്സണൽ എന്തായിരുന്നു? പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. Personnel should use suitable personal protective equipments, which means PPE, such as gloves, goggles, and respirators before going to the spill to avoid connection with the mercury and prevent inhalation of mercury vapors. ഓക്കെ, എന്താ അതിൽ പറയുന്നത്? മെർക്കുറി വേപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യും. മെർക്കുറി വേപ്പേഴ്സ് നമ്മൾ ഇൻഹെയിൽ ചെയ്താൽ എന്താണ്, ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാകാം. നേരത്തെ പറഞ്ഞ പോലെ ലങ്സിനെ ഡാമേജ് ചെയ്യാം. ഓക്കെ, പലതരത്തിലുള്ള അസുഖങ്ങൾ വരാം. അപ്പോ ഗോഗിൾസ്,
ഓക്കെ, നമ്മൾ കണ്ണടകൾ വെയർ ചെയ്യില്ല അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അതാണ് ഗോഗിൾസ്. അപ്പോ എന്താണ് ഈ വേപ്പേഴ്സിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഓക്കെ അതിനുള്ള പ്രിവെൻഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യണം, റെസ്പിറേറ്റേഴ്സ് അല്ലെങ്കിൽ മാസ്കുകൾ വെയർ ചെയ്യണം. ക്ലിയർ ആണോ? അപ്പൊ ഈ ഗോഗിൾസ് അല്ലെങ്കിൽ റെസ്പിറേറ്റേഴ്സ് പോലുള്ള PPE നമ്മൾ വെയർ ചെയ്യേണ്ടത് മസ്റ്റ് ആണ്, നിർബന്ധമായിട്ടും വെയർ ചെയ്തിരിക്കണം. വെയർ ചെയ്തതിന് ശേഷം മാത്രമേ ഇത്തരം ഒരു സ്പില്ലേജ് ഉണ്ടായാൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആണോ? തേർഡ് പോയിന്റ് ക്ലിയർ ആണോ? അപ്പൊ ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഇത്തരം ഒരു മെർക്കുറിയുടെ സ്പില്ലേജ് ഉണ്ടായാൽ ഫസ്റ്റ്ലി നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്താണ്? ഇഫ് ദ സ്പിൽ ഈസ് മേജർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഏരിയ എവിക്റ്റ് ചെയ്യണം. ഓക്കെ, ഏരിയ എവിക്റ്റ് ചെയ്തതിന് ശേഷം എമർജൻസി സെന്ററിലോട്ട് നമുക്ക് കോൾ ചെയ്യാവുന്നതാണ്. രണ്ടാമത് എന്താ ചെയ്യേണ്ടത്, ഈ PPE വെയർ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഓൾ ജ്വല്ലറീസ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്തായിരുന്നു പറഞ്ഞത്, PPE മസ്റ്റ് ആയിട്ടും വെയർ ചെയ്യണം. എന്തിനാണ് റെസ്പിറേറ്റേഴ്സ് വെയർ ചെയ്യണം എന്ന് പറഞ്ഞത്, ഈ മെർക്കുറിയുടെ വേപ്പേഴ്സ് നമ്മൾ ഇൻഹെയിൽ ചെയ്താൽ അത് പലതരത്തിൽ അത് ബാധിക്കും അല്ലെ, പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പൊ ലങ്സിനെ ഡാമേജ് ചെയ്യാം, ഓക്കെ, നെർവ് സിസ്റ്റത്തെ ഡാമേജ് ചെയ്യാം. അപ്പൊ ഇതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, റെസ്പിറേറ്റേഴ്സ് അല്ലെങ്കിൽ PPE മസ്റ്റ് ആയിട്ടും വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. 3 കാര്യങ്ങൾ ക്ലിയർ ആണോ? Then contain the spill. Okay, എന്താ contain the spill? Use a mercury spill kit or absorbent materials like absorbent pads to contain the spill and prevent it from spreading. Then put the materials in a labeled hazardous waste bag or container for discarding. If it is small spillage, sit with a needleless syringe without needle and dispatch for recycling. ഓക്കെ, അപ്പൊ കണ്ടെയ്ൻ ദി സ്പിൽ എങ്ങനെയാണ്, ഈ മെർക്കുറി സ്പില്ലേജിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അബ്സോർബന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമുക്ക് എന്താണ് അബ്സോർബ് ചെയ്തെടുക്കാം. ഓക്കെ, സ്പിൽ കിറ്റ് യൂസ് ചെയ്യാം. അപ്പൊ ഈ സ്പിൽ കിറ്റില് മെർക്കുറി സ്പിൽ കിറ്റില് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്? PPE പറഞ്ഞല്ലോ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, അത് ഈ സ്പിൽ കിറ്റിൽ ഉണ്ടായിരിക്കും. പിന്നെന്താണ്, മെർക്കുറി അബ്സോർബന്റ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? അബ്സോർബന്റ് പാഡ്സ്, ടിഷ്യൂസ്, പേപ്പേഴ്സ്, സ്പഞ്ച് പോലുള്ള അബ്സോർബന്റ് മെറ്റീരിയൽസ് സ്പിൽ കിറ്റിൽ ഉണ്ടായിരിക്കും. പിന്നെന്താണ്, കളക്ഷൻ ടൂൾസ് ഉണ്ടായിരിക്കും. മെർക്കുറിയുടെ സ്പില്ലേജ് ആണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ മെർക്കുറി കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസുകൾ ഉണ്ടായിരിക്കും. സക്ഷൻ പമ്പ്, ഓക്കെ, മെർക്കുറി എങ്ങനെയാണ് താഴെ വീണാൽ ഡ്രോപ്സ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലെ, വാട്ടർ പോലെയല്ല, അതെങ്ങനെയാണ് ഡ്രോപ്സ് ആയിട്ടാണ് താഴെ കിടക്കുന്നത്. അപ്പൊ ഈ ചെറിയ ഡ്രോപ്സ് നമുക്ക് ഈ സിറിഞ്ച് പോലുള്ള ഈ സക്ഷൻ ഡിവൈസ് യൂസ് ചെയ്ത് അബ്സോർബ് ചെയ്തെടുക്കാവുന്നതാണ്. ക്ലിയർ ആകുന്നുണ്ടോ? പിന്നെന്താണ്, മെർക്കുറി അബ്സോർബന്റ് പൗഡർ ഉണ്ട്. ഈ അബ്സോർബന്റ് പൗഡർ ഈ മെർക്കുറിയിൽ സ്പ്രെഡ് ചെയ്താൽ എന്താണ്, അതൊരു പൗഡർ ഫോമിലോട്ട് ട്രാൻസ്ഫർ ആകും, അമാൽഗമേറ്റ് ചെയ്യും, കൂടിച്ചേരും, ഒരു പൗഡർ ഫോമിലോട്ട് ട്രാൻസ്ഫർ ആകുകയും നമുക്ക് ഈസിലി ആ ഏരിയ ക്ലീൻ ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെർക്കുറി സ്പിൽ കിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ മെർക്കുറി സ്പിൽ കിറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഈ മെർക്കുറി സ്പ്രെഡ് ആകുന്നത് പ്രിവെന്റ് ചെയ്യാവുന്നതാണ്, സ്പ്രെഡ് ആകാതെ തടയാവുന്നതാണ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ നേരത്തെ സക്ഷൻ ഡിവൈസ് അല്ലെങ്കിൽ സിറിഞ്ച് പോലുള്ള ഡിവൈസ് യൂസ് ചെയ്ത് അബ്സോർബ് ചെയ്തെടുക്കുന്ന 1-2 ഡ്രോപ്സ് മെർക്കുറി ലീക്കേജ് ആണെങ്കിൽ അത്തരം മെർക്കുറീസ് നമുക്ക് എന്ത് ചെയ്യാം, റീസൈക്ലിങ്ങിന് വേണ്ടി വീണ്ടും ഉപയോഗിക്കാവുന്ന രീതിയിൽ നമുക്കത് ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? കണ്ടെയ്ൻ ദി സ്പിൽ ക്ലിയർ ആണോ? നെക്സ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞോട്ടെ. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, ക്ലീൻ അപ്പ് ദ സ്പിൽ. എങ്ങനെയാണ് ആ ഏരിയ ക്ലീൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്? നമുക്ക് ബ്ലഡിന്റെയോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ ലീക്കേജ് ഉണ്ടായാൽ ആ സർഫസ് ഏത് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്? ബ്ലഡിന്റെയോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ ലീക്കേജ് ഉണ്ടായാൽ ആ സർഫസ് നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്? 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മെർക്കുറിയുടെ സ്പില്ലേജ് ഉണ്ടായാൽ എങ്ങനെയാണ് നമ്മൾ ആ ഏരിയ ക്ലീൻ ചെയ്യേണ്ടത്? എങ്ങനെയാണ്? ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്,
clean up the spill. First എന്താ? Use a mercury spill kit or adhere to the manufacturer's directives for the exact use of absorbent materials to clean up the spill. നമുക്ക് എന്താണ്? അബ്സോർബന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഈ മെർക്കുറി സ്പില്ലേജിനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തെടുക്കാം. ഓക്കെ, ഈ അബ്സോർബന്റ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൊല്യൂഷൻ ആയിക്കോട്ടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ മാനുഫാക്ചറർ നിർദ്ദേശിക്കുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും നമ്മൾ പാലിച്ചായിരിക്കണം ഇത്തരം മെറ്റീരിയൽസ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, പിന്നെന്താണ്? ബി കോഷ്യസ് നോട്ട് ടു സ്പ്രെഡ് ദ മെർക്കുറി ഡ്യൂറിങ് ക്ലീനപ്പ്. ഓക്കെ, ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സിന്റെ ടൈമിൽ, ആ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ വീണ്ടും ഇത് സ്പ്രെഡ് ആകാതെ ശ്രദ്ധിക്കേണ്ടത് വെരി ഇമ്പോർട്ടന്റ് ആണ്. Okay, some hospitals follow all the mercury spill surfaces decontaminated with 10% sodium thiosulfate. Okay, നോട്ട് ചെയ്തോളൂ. അപ്പൊ മെർക്കുറിയുടെ സ്പില്ലേജ് ഉണ്ടായാല് ആ ഏരിയ ക്ലീൻ ചെയ്യാനായിട്ട് 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? എങ്ങനെയാണ്? ഏത് സൊല്യൂഷൻ ആണ്? 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് മെർക്കുറി സ്പില്ലേജിനെ നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് ആണെങ്കിൽ 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ആണെങ്കിൽ ആ സർഫസ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ്. വേറാസ് മെർക്കുറി സ്പില്ലേജ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് ആ ഏരിയ ക്ലീൻ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലീൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? നമുക്ക് ഏരിയേറ്റ് ആഫ്റ്റർ ദ ക്ലീനപ്പിന് ശേഷം നമുക്ക് എന്താണ്? എയർ പാസിന് വേണ്ടി വിൻഡോസോ ഡോർസോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, മെർക്കുറി വേപ്പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഇൻഹെയിൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ഈ 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് വിൻഡോസും ഡോർസും ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം എന്താണ്? After making sure that all the mercury has been removed, continue normal vacuuming and use the cleaned area for customary operations. ഓക്കെ, അപ്പോൾ എന്താണ്? അതിനുശേഷം നമുക്ക് സാധാരണ ഡിറ്റർജൻസോ വാട്ടറോ യൂസ് ചെയ്ത് ആ ഏരിയ ഒന്നുകൂടി ക്ലീൻ ചെയ്തതിന് ശേഷം ഏത് പ്രവൃത്തിക്ക് വേണ്ടിയാണോ എന്താണോ നമ്മൾ അവിടെ ചെയ്തിരുന്ന ഫംഗ്ഷൻ അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. വൺസ് മോർ ലാസ്റ്റ് പോയിന്റ് ഏതാടാ? ക്ലീൻ അപ്പ് ദ സ്പിൽ അല്ലേ? ഓക്കെ, പറയാം. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് എന്താ ചെയ്യേണ്ടത്? മെർക്കുറിയുടെ സ്പില്ലേജ് ഉണ്ടായാൽ നമ്മൾ മെയിൻ ആയിട്ട് എന്താ ശ്രദ്ധിക്കേണ്ടത്? അബ്സോർബന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് അബ്സോർബ് ചെയ്യും അല്ലെ? ഫസ്റ്റ് എന്താ? സ്പ്രെഡ് ചെയ്യാതെ നമ്മൾ കൺട്രോൾ ചെയ്യും. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലീൻ ആക്കുന്നത്. ഫസ്റ്റ് അത് സ്പ്രെഡ് ചെയ്യാതെ കൺട്രോൾ ചെയ്യണം. അതിനുവേണ്ടി അബ്സോർബന്റ് മെറ്റീരിയൽസോ സക്ഷൻ ഡിവൈസോ യൂസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് ആ ഏരിയ ക്ലീൻ ആക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഏരിയ ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? വിൻഡോസോ ഡോർസോ ഓപ്പൺ ചെയ്ത് എയർ പാസ് കൂട്ടാവുന്നതാണ്. എന്തിനു വേണ്ടി എയർ പാസ് കൂട്ടണം എന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ എന്താണ്? മെർക്കുറി വേപ്പേഴ്സ് ഇൻഹെയിൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അത്തരം ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഡോർസും വിൻഡോസും ഓപ്പൺ ആക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാം? നമ്മൾ നോർമൽ വാക്യൂമിങ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. സോപ്പോ ഡിറ്റർജന്റോ യൂസ് ചെയ്ത് അഗെയിൻ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ആ ഏരിയ യൂസ് ചെയ്തിരുന്നത് അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ ഒരു ലാബിലാണ് മെർക്കുറി സ്പില്ലേജ് ഉണ്ടായതെങ്കിൽ ആ ഏരിയ നമ്മൾ എവിക്ട് ചെയ്യും. ടെമ്പററി നമ്മൾ എവിക്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ലബോറട്ടറി ടെസ്റ്റിംഗ് ആണല്ലോ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ആ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ? ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. ഇത്തരം മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടായാൽ നമ്മൾ യൂസ് ചെയ്യുന്ന അബ്സോർബന്റ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ മെർക്കുറി വീണ അതുമായിട്ടുള്ള മെറ്റീരിയൽസ് ആയിക്കോട്ടെ നമ്മൾ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യേണ്ടത്? All materials that come into contact with the mercury should be discarded as dangerous waste in labeled bag or containers. Adhere to local, state and federal regulations for the disposal of dangerous waste. ഓക്കെ, അപ്പോ ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസും എല്ലാ അബ്സോർബന്റ് മെറ്റീരിയൽസും നമ്മൾ ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്.
ഓക്കെ, ലേബിൾഡ് ചെയ്ത മെർക്കുറി വേസ്റ്റ് എന്ന് ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. പിന്നെന്താണ്, എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചായിരിക്കണം, എല്ലാ ഹോസ്പിറ്റൽ പോളിസീസും എല്ലാ ഗവൺമെന്റിന്റെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചായിരിക്കണം ഇത്തരം മെർക്കുറി സ്പില്ലേജ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഡിസ്പോസ് ഓഫ് വേസ്റ്റ് അതിൽ മെയിൻലി 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം മെറ്റീരിയൽസ്, ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസും അബ്സോർബൻ മെറ്റീരിയൽസും പ്രോപ്പർ ആയിട്ട് ലേബിൾഡ് ചെയ്ത ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. അതാണ് ഫസ്റ്റ്ലി. സെക്കൻഡ് വൺ എന്താണ്? നമ്മൾ എന്താണ്, എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചായിരിക്കണം ഈ സ്പില്ലേജ് ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? റിപ്പോർട്ട് ദ സ്പിൽ. Spill should be reported to the concerned staff for documentation and investigation. അപ്പോൾ ഒരു ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ ലാബിലോ ഇത്തരം സ്പില്ലേജ് ഉണ്ടായാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാഫിനെ എന്താണ് നമ്മൾ ഇൻഫോം അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫർദർ ഡോക്യുമെന്റേഷന് വേണ്ടിയോ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയോ ആയിരിക്കാം നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്പില്ലിനെ കുറിച്ച്, സ്പില്ലിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്താണ് ആ സ്റ്റാഫിനോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പൊ ഒരു മെർക്കുറി സ്പില്ലേജ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ജംഷീന, എന്തൊക്കെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഏത് സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഈ സ്പില്ലേജിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്? ജംഷീന. ഏരിയ എവിക്ട് ചെയ്യുക. എങ്ങനെയാണെങ്കിൽ മേജർ സ്പില്ലേജ് ആണെങ്കിൽ, മെർക്കുറിയുടെ മേജർ സ്പില്ലേജ് ആണെങ്കിൽ നമ്മൾ ആ ഏരിയ എവിക്ട് ചെയ്യണം. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? എമർജൻസി സർവീസസ്. ഓക്കെ. പിന്നെ അതുപോലെ ജ്വല്ലറികളൊക്കെ കയ്യിലും ഇതിലൊക്കെ ഉള്ളതൊക്കെ ഊരി മാറ്റുക. എന്തുകൊണ്ടാണ് ഇത് ജ്വല്ലറീസ് റിമൂവ് ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താ? മെർക്കുറി ജ്വല്ലറീസിനെ നശിപ്പിക്കാനുള്ള ഡാമേജ് ആവും. ഓക്കെ. പിന്നെ പ്രോപ്പർ ആയിട്ട്. അപ്പൊ റെസ്പിറേറ്റേഴ്സ് വെയർ ചെയ്യണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് റെസ്പിറേറ്റേഴ്സ് മസ്റ്റ് ആണെന്ന് പറഞ്ഞത്? ഇത് ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാവും. ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യണം, റെസ്പിറേറ്റേഴ്സ് മസ്റ്റ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ, പിന്നെന്താണ്? പിന്നെ മെർക്കുറി സ്പീക്കിച്ച് ഉപയോഗിച്ചുകൊണ്ട് അത് പിന്നെ കണ്ട് അബ്സോർബ് ചെയ്തെടുക്കുക. അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ സ്പില്ലിനെ കണ്ടെയ്ൻ ചെയ്യാം, കൺട്രോളിൽ കൊണ്ടുവരാം. ഫ്രം സ്പ്രെഡ് ചെയ്യാതെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഈ അബ്സോർബൻ മെറ്റീരിയൽസ് നമ്മൾ എങ്ങനെയായിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്? അത് ഹസാർഡ് ലേബൽ ചെയ്തിട്ട്, ഡേഞ്ചറസ് ലേബൽ ചെയ്തിട്ട് കണ്ടെയ്നേഴ്സിലോ ബാഗിലോ ആക്കി ഡിസ്കാർഡ് ചെയ്യണം. ഓക്കെ. പിന്നെ എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ എന്താ ഫോളോ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ആ ഏരിയ ക്ലീൻ ചെയ്യേണ്ടത്? മെർക്കുറി സ്പില്ലേജ് യൂസ് ചെയ്യുക. പിന്നെ അബ്സോർബൻ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ആ സ്പില്ലേജ് ക്ലീൻ ചെയ്യുക. പിന്നെ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഏതാണ്? സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ് മെർക്കുറി സ്പില്ലേജ് ഉണ്ടായാലും നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ. ഓക്കെ. പറഞ്ഞു. അതിനുശേഷം വിൻഡോ ഓപ്പൺ ചെയ്തിടുക. പിന്നെ എല്ലാ മെർക്കുറിയും അവിടുന്ന് അതിന്റെ കണ്ടൻസ് ഒക്കെ അവിടുന്ന് റിമൂവ് ആയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഒരു നോർമൽ വാക്യൂമിങ് ചെയ്തിട്ട് ഒരു എന്താണോ കണ്ടിന്യൂഷൻ അത് കാര്യങ്ങളൊക്കെ പ്രോസസ് ഒക്കെ ചെയ്യാൻ നമുക്ക്. ഓക്കെ. പിന്നെന്തായിരുന്നു, എങ്ങനെയാണ് ആ വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? അധികമായിട്ട് കോണ്ടാക്ട് വന്നിട്ടുള്ള എല്ലാ വേസ്റ്റുകളും ഡേഞ്ചറസ് വേസ്റ്റ് ലേബിളായിട്ടുള്ള ബാഗ്സിലോ കണ്ടെയ്നേഴ്സിലോ ഡിസ്കാർഡ് ചെയ്യുക. പിന്നെന്താണ്, എല്ലാ ലോക്കൽ സ്റ്റേറ്റ് ഫെഡറൽ റെഗുലേഷൻസ് റൂൾസും അനുസരിച്ചുകൊണ്ടായിരിക്കണം ഈ വേസ്റ്റ് ഒക്കെ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെന്തായിരുന്നു, ഒരു പോയിന്റ് കൂടെ, റിപ്പോർട്ട് സ്പിൽ. പിന്നെ റിപ്പോർട്ട് ചെയ്യുക. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകൾ റിപ്പോർട്ട് ചെയ്യാതെ
ഡോക്യുമെന്റേഷനും ഇൻവെസ്റ്റിഗേഷനും വേണ്ടിയിട്ടാണ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? മെർക്കുറി സ്പില്ലേജ് ഉണ്ടായാൽ നമ്മൾ എങ്ങനെയാണ്, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യേണ്ടത്, ക്ലിയർ ആണല്ലോ? അപ്പൊ നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവാം നമുക്ക്. നെക്സ്റ്റ് ടോപ്പിക് ഏതാ? ഷാർപ്പ് സ്പില്ലേജ്. ഓക്കെ, ഒരു ഹോസ്പിറ്റൽസിൽ എന്താണ് ഷാർപ്സുകളുടെ സ്പില്ലേജ് ഉണ്ടായാല്, അപ്പൊ നമ്മൾ മെർക്കുറിയാ പഠിച്ചത് അല്ലെ? മെർക്കുറി പഠിച്ചു. പിന്നെ എന്തായിരുന്നു? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ലീക്കേജ് ഉണ്ടായാൽ എങ്ങനെ മാനേജ് ചെയ്യാം. നെക്സ്റ്റ് വൺ ആണ് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, ഹോസ്പിറ്റൽസിൽ നിരവധി ടൈപ്പ് ഓഫ് അല്ലെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്മൾ ഷാർപ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തോ ആൻമോൾ? ആൻമോൾ, 6th പോയിന്റ് ഏതാണ്? 6th പോയിന്റ് ഏതാണ്? ലെറ്റ് മീ ചെക്ക്. ക്ലീൻ അപ്പ് ദ സ്പിൽ ആണോ? ഓക്കെ, മെർക്കുറി സ്പില്ലേജ് ഉണ്ടായാൽ നമ്മൾ എങ്ങനെയാണ്, ഏത് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്ത് ആ ഏരിയ അണുവിമുക്തമാക്കേണ്ടത്? ഏതാണ്? സോഡിയം 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് മെർക്കുറി സ്പില്ലേജ് ആ ഏരിയ നമ്മൾ ഡീകണ്ടാമിനേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം എന്ത് ചെയ്യാം? ഓക്കെ, ഫസ്റ്റ്ലി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത്തരം ഒരു സ്പില്ലേജ് ഉണ്ടായാൽ ആ സ്പില്ലേജ് സ്പ്രെഡ് ആവാതെ കൺട്രോൾ ചെയ്യണം അല്ലെ? അതിനെ അബ്സോർബ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി അബ്സോർബൻ മെറ്റീരിയൽസ്, സക്ഷൻ ടൂൾസ് പോലുള്ള ഡിവൈസസ് നമുക്ക് യൂസ് ചെയ്യാം. ഈ അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ഈ അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യണം അല്ലേ? ഈ മെർക്കുറിയുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന എല്ലാ ഡിവൈസുകളെയും നമ്മൾ പ്രോപ്പർ ആയിട്ട് വേണം ഡിസ്കാർഡ് ചെയ്യാൻ. അതിനുശേഷം നമുക്ക് 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് ആ ഏരിയ ഡീകണ്ടാമിനേറ്റ് ചെയ്യാം. ഓക്കെ, ക്ലീൻ ചെയ്യാം. അതിനുശേഷം വിൻഡോസും ഡോർസും ഓപ്പൺ ചെയ്ത് എയർ പാസ് കൂട്ടാവുന്നതാണ്. എന്തിനു വേണ്ട എയർ പാസ് കൂട്ടണം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ മെർക്കുറി വേപ്പേഴ്സ് നമ്മൾ ഇൻഹെയിൽ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ഡോർസും വിൻഡോസും പ്രോപ്പർ ആയിട്ട് ഓപ്പൺ ചെയ്തിടണം. അതിനുശേഷം നോർമൽ വാക്യൂമിങ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നമുക്ക് നോർമൽ ആയിട്ട് അവിടെ എങ്ങനെയാണോ ഡിറ്റർജന്റ് യൂസ് ചെയ്തോ വാട്ടർ യൂസ് ചെയ്തോ ആ ഏരിയ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം എന്തിനു വേണ്ടിയാണോ ആ ഏരിയ യൂസ് ചെയ്തിരുന്നത്, ഓക്കെ, ആ ഒരു പർപ്പസിന് വേണ്ടി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? ആൻമോൾ, ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞോട്ടെ. ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പോ ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞു നേരത്തെ. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഷാർപ്സുകൾ ഹോസ്പിറ്റൽസിൽ മെഡിക്കൽ ഡിവൈസസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറയാവോ? ഏതൊക്കെ ഡിവൈസസ് ആണ് ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്നത്? നീഡിൽസ്. നീഡിൽസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ? സർജിക്കൽ ബ്ലേഡ്സ്. അങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എന്താണ് നമ്മൾ മെറ്റീരിയൽസ്, ഡിവൈസസ് ഹോസ്പിറ്റൽസിൽ ഷാർപ്സ് ഒബ്ജക്ട്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് വെരി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അല്ലെങ്കിൽ എന്തു പറ്റും? ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആരെയാണ് കൂടുതൽ ഇത് അഫക്ട് ചെയ്യുന്നത്? ആരെയാണ്? ഹെൽത്ത് കെയർ സ്റ്റാഫുകളെയാണ് അല്ലെ? ഹെൽത്ത് കെയർ സ്റ്റാഫിന് ഇഞ്ചുറീസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ഷാർപ്സ് മൂലം ഇഞ്ചുറീസ് വരാനും, ഇഞ്ചുറീസ് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്? ഇൻഫെക്ഷൻസ് വരാനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് പ്രോപ്പർ ആയിട്ട് ഇത്തരം ഷാർപ്സുകളെ നമ്മൾ എന്താണ് ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാനേജ് ചെയ്യേണ്ടത് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പൊ ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് നീഡിൽസ്, scalpels and other sharp medical tools can cause injury and infection to healthcare workers and others who may come into contact with it. അപ്പൊ ഈ ഷാർപ്സുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക്, പേഷ്യൻസിനായിക്കോട്ടെ, പലതരത്തിലുള്ള ഇഞ്ചുറീസ് വരാനും അതിലൂടെ ഇൻഫെക്ഷൻസ് പിടിപെടാനും കാരണമാകുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? ഈ നീഡിൽസ് ആയിരിക്കാം ഷാർപ്സ്, നീഡിൽസ്. പിന്നെന്താണ്? സിസേഴ്സ്, സ്കാൽപ്പൽസ്. എന്താണ്? സർജറി ടൈംസിൽ സർജൻ യൂസ് ചെയ്യുന്ന നൈഫ്സ് ആണ്, ഡിറ്റാച്ചബിൾ ബ്ലേഡ് ആണ്.
ബ്ലേഡിനെയാണ് നമ്മൾ സ്കാൽപ്പൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ഷാർപ്സുകളിലൂടെ ഹെൽത്ത് കെയർ സ്റ്റാഫ്സിന് ഇഞ്ചുറീസ് ഉണ്ടാകാനും അതിലൂടെ ഇൻഫെക്ഷൻസ് പിടിപെടാനും കാരണമാകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? യൂസ് സേഫ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. എന്താണ്? ബിഫോർ അപ്രോച്ചിങ് ദ സ്പിൽ, പേഴ്സണൽ ഷുഡ് വെയർ സ്യൂട്ടബിൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. That includes gloves and puncture-resistant container to avoid contact with the worst and avoid injury. അപ്പൊ ഇതുമായിട്ട് ഇഞ്ചുറീസ് ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏതൊക്കെയാണ്? ഗ്ലൗസ് പോലുള്ള PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. നോട്ട് കാണുന്നില്ല. ഓക്കെ, റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവൂ റിജു. ഇപ്പൊ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഇത്തരം ഇഞ്ചുറീസ് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? PPE. എന്തോ ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ, PPE നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്താ? പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ. എന്താ പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ വേർഡ് ഒരു പ്രാവശ്യം ഡിസ്കസ് ചെയ്തതായിരുന്നു. എവിടെയായിരുന്നു? സ്പില്ലേജുമായിട്ട് അസോസിയേറ്റ് ചെയ്തു വരുന്ന റിസ്കിൽ നമ്മൾ ഈ പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഈ ഷാർപ്സുകളെ നമ്മൾ എങ്ങനെയുള്ള കണ്ടെയ്നറിലായിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്? ഇങ്ങനെയാണ്. പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ ആയിരിക്കണം. എന്താ അതിന്റെ പ്രത്യേകത? പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നറിന്റെ പ്രത്യേകത എന്താ? പൊട്ടിപ്പോവില്ല, മുറിയില്ല, അങ്ങനെയൊക്കെ. ഓക്കെ, ഷാർപ്സ് ആണ്. അപ്പൊ അതുമൂലം എന്താണ്? കീറി പോകാതിരിക്കാൻ ശേഷിയുള്ള, അതിന് കഴിവുള്ള അത്തരം റെസിസ്റ്റന്റ് ചെയ്യുന്ന കണ്ടെയ്നറിലായിരിക്കണം ഈ ഷാർപ്സുകളെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെന്താണ്? അത് ക്ലിയർ ആണോ? അപ്പോ യൂസ് സേഫ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്? പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ, കണ്ടെയ്ൻ ദ സ്പിൽ. അതിലെന്താ പറയുന്നത്? Use a puncture-resistant container to pick up carefully any sharps and put them in a labeled biohazard bag or container for discarding. അപ്പോൾ ഡിസ്കാർഡ് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെയാണ്? ലേബിൾഡ് ചെയ്ത ഡേഞ്ചർ എന്നോ ലേബിൾഡ് ചെയ്ത ബാഗിലായിരിക്കണം, അല്ലെങ്കിൽ ഷാർപ്സ് ഒബ്ജക്ട്സ്, ഷാർപ്സ് ഡേഞ്ചർ എന്ന് ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ ഇത്തരം വേസ്റ്റുകളെ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എല്ലാ പോയിന്റും സെയിം ആണ്, റിപ്പീറ്റ് ചെയ്യണം അല്ലേ? നമ്മൾ ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടായാലും, ബോഡി ഫ്ലൂയിഡ്സിന്റെ ലീക്കേജ് ഉണ്ടായാൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? അതേ സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ മെർക്കുറി സ്പില്ലേജ് ഉണ്ടായാലും ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സുകൾ അല്ലെ? സൊല്യൂഷൻ, ഏത് സൊല്യൂഷൻ ആണോ അത് മാത്രമാണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്. ആണോ? അല്ലെ? ഏത് ഈ സൊല്യൂഷൻ, ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ആണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ബാക്കി എല്ലാ സ്റ്റെപ്സുകളും സെയിം അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ അതിലെന്താണ്? കണ്ടെയ്ൻഡ് സ്പിൽ എന്താ പറയുന്നത്? കണ്ടെയ്ൻഡ് സ്പില്ലില് നമ്മൾ എന്താണ്? പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ യൂസ് ചെയ്യണം. പിന്നെ എങ്ങനെയാണ്? ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഇത്തരം ഷാർപ്സുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, then clear up the spill. Use a disinfectant solution to clean the affected area completely. Stick to the manufacturer's directive for the apt concentration and contact time of the disinfectant. Okay, അപ്പൊ നമ്മൾ ഈ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് ആ ഏരിയ ക്ലീൻ ചെയ്യാം. ഇപ്പൊ ഷാർപ്സ് ആണെന്ന് പറഞ്ഞ് ഷാർപ്സ് മൂലം നമുക്ക് ഇഞ്ചുറീസ് ഉണ്ടാവും. ഇഞ്ചുറീസിലൂടെ ബ്ലഡ് സ്പ്രെഡ് ആകാനായിട്ട് ചാൻസസ് ഉണ്ട് അല്ലെ? അപ്പൊ ബ്ലഡിന്റെ ലീക്കേജ് ഉണ്ടായാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടത്? ഏത് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്? ഈ ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ ഷാർപ്സില് എന്താണ്? ഷാർപ്സ് മൂലം ഇഞ്ചുറീസ് വരികയും അവിടെ ബ്ലഡ് സ്പ്രെഡ് ആകാൻ, ബ്ലഡ് ലീക്കേജ് ഉണ്ടാകാനും കാരണമാകുന്നുണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ആ ഏരിയ ക്ലീൻ ചെയ്യാം. ഓക്കെ, പിന്നെന്താണ്? ഈ സൊല്യൂഷൻ യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അബ്സോർബൻ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും മാനുഫാക്ചേഴ്സിന്റെ എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ എന്താണ്? പാലിച്ചായിരിക്കണം ഇത്തരം മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ക്ലിയർ അപ്പ് ദ സ്പിൽ ക്ലിയർ ആണോ? ഓക്കെ,
ദെൻ മാം ഒരു മിനിറ്റ്, അവോർട്ട് ഇഞ്ചുറി എന്ന് വെച്ചാൽ എന്താ മാം? എന്തോ അവോർട്ട് ഇഞ്ചുറി, AVERT ഇഞ്ചുറി, അവോർട്ട് ഒഴിവാക്കുക എന്ന്. ഓക്കെ, ഇഞ്ചുറീസ് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ കോണ്ടാക്റ്റിൽ വരുന്നതിന് മുൻപ് ഇത്തരം PPE നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഗെറ്റിംഗ് റിഡ് ഓഫ് വേസ്റ്റ്. വേസ്റ്റ് നമ്മൾ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യണം? എങ്ങനെയാണ് ഡിസ്കാർഡ് ചെയ്യേണ്ടത്? All materials that come into contact with the sharp spillage should be get rid of as dangerous waste in a labeled biohazard bag or container. ഓക്കെ, അപ്പോൾ ഈ അബ്സോർബൻ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് ഷാർപ്സുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മൾ ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്. പിന്നെന്താണ്, അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇത്തരം ഷാർപ്സുകൾ ഇടുന്ന കണ്ടെയ്നറിന് പുറത്ത് ഒരു സിമ്പിൾ ഉണ്ടായിരിക്കും. ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിൽ 3 ക്രസൻസ് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ ഒരു സിമ്പിൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഷാർപ്സ് ഡിസ്കാർഡ് ചെയ്യുന്ന എന്തോ അത്തരം സിമ്പിൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എന്തിനാണ് അത്തരം സിമ്പിൾസ് അല്ലെങ്കിൽ ലേബിൾഡ് ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താണ്? ഇത് ഈസിലി റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയും, പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും അല്ലേ? ഓക്കെ, പിന്നെന്താണ് റിപ്പോർട്ട് ദ സ്പിൽ. സ്പില്ലിനെ കുറിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫുകളോട് നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫർദർ ഡോക്യുമെന്റേഷന് വേണ്ടിയോ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയോ ഇത്തരം ഒരു സ്പില്ലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ അതുമായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ ഷാർപ്സിന്റെ സ്പില്ലേജ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? കാരുണ്യ, എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? Okay, ma'am. First, you need to use safety protective equipments like gloves and puncture-resistant container and PPE. Then, അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വേസ്റ്റുമായിട്ട് കോണ്ടാക്ട് വരാതിരിക്കാനും അതുപോലെ തന്നെ ഇഞ്ചുറീസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കണ്ടെയ്ൻ സ്പിൽ, അത് പഞ്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വേണം നമ്മളത് മീൻസ് കെയർഫുള്ളി നമ്മളത് എടുത്ത് കളയാനായിട്ട് അല്ലെങ്കിൽ ഇട്ട് വെക്കാനായിട്ട്. എന്നിട്ട് ലേബൽ ചെയ്യണം, പ്രത്യേകം ബയോ ഹസാർഡ് വേസ്റ്റ് എന്ന് ലേബൽ ചെയ്തിട്ട് വേണം നമ്മളത് ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ക്ലിയർ അപ്പ് ദ സ്പിൽ, അതിൽ വരുന്നത് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിയർ ചെയ്ത ശേഷം അത് എങ്ങനെയാണോ ഇപ്പം ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് ആണെന്നുണ്ടെങ്കിൽ അത് 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ അല്ല, അത് ഏതാണ് ആപ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ അത് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. പിന്നെ ഗെറ്റിംഗ് റിഡ് ഓഫ് വേസ്റ്റ്, അതിൽ വരുന്നത് എന്താ വെച്ചാൽ അത് ഡിസ്കാർഡ് ചെയ്യുന്ന മുമ്പ് കറക്റ്റ് ആയിട്ട് ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ റിപ്പോർട്ട് ദ സ്പില്ല് ഉണ്ടായാൽ അത് നമ്മൾ റിലവന്റ് സ്റ്റാഫിനോടോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം ഫോർ ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയോ ഡോക്യുമെന്റേഷന് വേണ്ടിയോ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്റ്റാഫുമായിട്ട് നമ്മൾ ഇത് കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. അപ്പൊ ഇതുവരെ നമ്മൾ എന്തൊക്കെയാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് പഠിച്ചു, അതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്? ഏതൊക്കെയാ? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടായാൽ ഏത് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്? കാരുണ്യ, 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഏതായിരുന്നു? പിന്നെ ഏതായിരുന്നു? മെർക്കുറി സ്പില്ലേജ്. മെർക്കുറി സ്പില്ലേജ് ഉണ്ടായാൽ ഏത് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്? 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ. സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഷാർപ്സിന്റെ കാര്യം വരുമ്പോഴോ? അപ്പൊ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് വൺ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് പഠിച്ചു. നെക്സ്റ്റ് വൺ ഏതായിരുന്നു? മെർക്കുറി സ്പില്ലേജ് ഉണ്ടായാൽ അതിനെങ്ങനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണമെന്ന് പഠിച്ചു. ആൻഡ് തേർഡ് വൺ വാസ് ഏതായിരുന്നു? ഷാർപ്പ് സ്പില്ലേജ് അല്ലെ. ഷാർപ്സിന്റെ സ്പില്ലേജ് ഉണ്ടായാൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അതിനെങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഏതാണ്? കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഒരു ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ ലാബുകളിലോ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെന്റ് ടൈമിലായിക്കോട്ടെ, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ്? ഇപ്പൊ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഏരിയ സ്കിൻ സർഫസ് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ആൽക്കഹോൾ യൂസ് ചെയ്യും അല്ലേ? അല്ലെങ്കിൽ മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സോഡിയം തയോസൾഫേറ്റ്
അല്ലെങ്കിൽ ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ, ഇതൊക്കെ എന്തെന്നാണ്? കെമിക്കൽ ആണ് അല്ലെ. ഇങ്ങനെ സൊല്യൂഷൻ ഫോമാറ്റിലും ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ആയിട്ട് നമ്മൾ എന്ത് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ അത്തരത്തിലുള്ള കെമിക്കൽസിന്റെ സ്പില്ലേജ് ഉണ്ടായാൽ നമ്മൾ എങ്ങനെയാണ് ആ ഏരിയ ക്ലീൻ ചെയ്യേണ്ടത്? നോട്ട് കാണുന്നില്ല. ഓക്കെ, റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? കെമിക്കൽ സ്പില്ലേജ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ ഈ കെമിക്കലിന്റെ സ്പില്ലേജ് ഉണ്ടായാൽ നമ്മൾ എങ്ങനെയാണ് ആ ഏരിയ ക്ലീൻ ചെയ്യേണ്ടത്, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ കെമിക്കൽ സ്പില്ലേജിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ് സോൺ ലൈക്ക് മൈനർ ഓർ മേജർ സ്പിൽ. ഓക്കെ, ഈ കെമിക്കൽ സ്പില്ലേജ്, ഈ കെമിക്കലിന്റെ ലീക്കേജ് ഉണ്ടായാൽ ഫസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? എത്തരത്തിലുള്ള മേജർ ആയിട്ടുള്ള സ്പില്ലേജ് ആണോ, അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള സ്പില്ലാണോ, അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള സ്പില്ലാണോ എന്ന് ഫസ്റ്റ്ലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തണം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെമിക്കൽ ആണോ ലീക്കേജ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഫസ്റ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇവാലുവേറ്റ് ദ സ്പിൽ. സ്പില്ലിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. സെക്കൻഡ് വൺ എന്താണ്? എവിക്ട് ദ ഏരിയ. ഓക്കെ, എവിക്ട് ദ ഏരിയ. ഏരിയ എന്ത് ചെയ്യണം? ഒഴിപ്പിക്കണം അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യണം. ഓക്കെ, ഇഫ് ദ സ്പിൽ ഈസ് ഇമ്പോർട്ടന്റ് എവിക്ട് ദ ഏരിയ ആൻഡ് കോൾ എമർജൻസി സർവീസസ്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള കെമിക്കൽ സ്പില്ലാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഏരിയ എവിക്ട് ചെയ്യണം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം? എമർജൻസി സർവീസിനായിട്ട് കോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ ഇവാലുവേറ്റ് ദ സ്പിൽ. സ്പില്ലിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. സെക്കൻഡ്ലി എന്താണ്? എവിക്ട് ദ ഏരിയ ആൻഡ് കോൾ എമർജൻസി സർവീസ്. ഓക്കെ, എമർജൻസി സർവീസിനായിട്ട് നമുക്ക് കോൾ ചെയ്യാവുന്നതാണ്. ദെൻ തേർഡ് വൺ വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. ഓക്കെ, പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നമ്മൾ വെയർ ചെയ്യണം. എന്തൊക്കെയാണ്? പേഴ്സണൽ ഷുഡ് യൂസ് സ്യൂട്ടബിൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് such as gloves, goggles and respirators going to the spill to avoid connection with the chemical and avoid inhalation of chemical smoke. അപ്പൊ കെമിക്കലുമായിട്ട് കോണ്ടാക്ട് വരുന്നതിന് മുൻപ്, ഈ സ്പില്ലുമായിട്ട് കോണ്ടാക്ട് വരുന്നതിന് മുൻപ് നമ്മൾ ഈ PPE, ഗ്ലൗസ് ആയിക്കോട്ടെ, ഗോഗിൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റെസ്പിറേറ്റേഴ്സ്, ഈ PPE നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഈ കെമിക്കൽ, ഈ സ്മോക്സ് എന്താണ്? ഈ കെമിക്കൽ സ്മോക്ക് നമ്മൾ ഇൻഹേൽ ചെയ്യുന്നത് തടയുന്നതിനായിട്ട് ഇത്തരം PPE അല്ലെങ്കിൽ റെസ്പിറേറ്റേഴ്സ് നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണോ? തേർഡ് പോയിന്റ് ക്ലിയർ ആണോ? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നമ്മൾ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ കണ്ടെയ്ൻ ദ സ്പിൽ. ഓക്കെ, യൂസ് അബ്സോർബൻ മെറ്റീരിയൽസ് such as ഏതൊക്കെയാണ്? അബ്സോർബൻ പാഡ്സ് to contain the spill and prevent it from spreading. Place the materials in a labeled dangerous waste bag of the container for discarding. അപ്പോൾ സ്പില്ല് സ്പ്രെഡ് ചെയ്യാതെ കൺട്രോൾ ചെയ്യാനായിട്ട് ഡിഫറെന്റ് മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാം. അബ്സോർബൻ മെറ്റീരിയൽസ് എന്നാണ് അതിന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അബ്സോർബൻ പാഡ്സോ ടിഷ്യൂസോ പേപ്പേഴ്സോ വാട്ട് എവർ ഇറ്റ്സ് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മൾ കെമിക്കൽ സ്പില്ലിന് എന്താണ്? സ്പ്രെഡ് ചെയ്യാതെ തടയുന്നു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം? ഈ നമ്മൾ യൂസ് ചെയ്ത എല്ലാ അബ്സോർബൻ മെറ്റീരിയൽസിനെയും എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? ഓക്കെ, എവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഡിസ്കാർഡ് ചെയ്യേണ്ടത്? ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം അബ്സോർബൻ മെറ്റീരിയൽസിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെന്താണ്? ക്ലീൻ അപ്പ് ദ സ്പിൽ. Use suitable spill kits or stick to the manufacturer's directives for the exact use of absorbent materials to clean up the spill. Then be cautious not to spread the chemical at the time of cleaning up. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന അബ്സോർബൻ മെറ്റീരിയൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൊല്യൂഷൻ ആയിക്കോട്ടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ്? മാനുഫാക്ചറേഴ്സിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചായിരിക്കണം നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടത്. പിന്നെന്തോ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വീണ്ടും അത് സ്പ്രെഡ് ആകാതെ നമ്മൾ എന്ത് ചെയ്യണം? പ്രിക്കോഷൻസ് എടുക്കേണ്ടതാണ്. ഓക്കെ, വീണ്ടും സ്പ്രെഡ് ആകാനായിട്ട് പാടില്ല.
അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ അബ്സോർബൻ മെറ്റീരിയൽസ്, നമ്മൾ യൂസ് ചെയ്യുന്ന അബ്സോർബൻ മെറ്റീരിയൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൊല്യൂഷൻസ് ആയിക്കോട്ടെ, മാനുഫാക്ചേഴ്സിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കണം നമ്മൾ ഈ കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെന്താണ്? ക്ലീൻ ചെയ്യുന്നതിനിടയ്ക്ക് വീണ്ടും സ്പ്രെഡ് ചെയ്യാൻ പാടുള്ളതല്ല. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? കണ്ടെയ്ൻ ദ സ്പിൽ, then clean up the spill. സോറി ക്ലീൻ അപ്പ് ദ സ്പിൽ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വൺ എന്താണ്? ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. വേസ്റ്റിനെ നമ്മൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ എങ്ങനെയാണ്? All materials that are coming into contact with the chemicals should be thrown away as dangerous waste into labeled bags or containers. Okay. Adhere to local, state and federal regulations for the disposal of dangerous waste. എന്താ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്? എന്താ? ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന, ടച്ചിൽ വന്ന എല്ലാ മെറ്റീരിയൽസും നമ്മൾ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. കൂടാതെ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പോളിസീസ്, എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചായിരിക്കണം ഇത്തരം വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. Then again, report the spill. Spill should be reported to the concerned staff for documentation and investigation. ഡോക്യുമെന്റേഷനും ഇൻവെസ്റ്റിഗേഷനും വേണ്ടി, ഫർദർ ഇൻവെസ്റ്റിഗേഷനും വേണ്ടി ഇത്തരം ഒരു കെമിക്കലിന്റെ സ്പില്ലേജ് ഉണ്ടായാൽ അതുമായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്താ ശ്രദ്ധിക്കേണ്ടത്? കെമിക്കൽ സ്പില്ലേജ് ഉണ്ടായാൽ അത് മേജർ ആണോ മൈനർ ആണോ എന്ന് ഫസ്റ്റ്ലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. മേജർ ആണെങ്കിൽ ഓക്കെ, ഇഫ് ഇറ്റ്സ് മേജർ നമ്മൾ എന്ത് ചെയ്യണം? ആ ഏരിയ എവിക്റ്റ് ചെയ്യണം. എവിക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ കോൾ എമർജൻസി സർവീസിനായിട്ട് കോൾ ചെയ്യാവുന്നതാണ്. ദെൻ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വെയർ ചെയ്യണം. എന്താണ്? എന്തൊക്കെയാണ്? ഗ്ലൗസ്, ഗോഗിൾസ്, റെസ്പിറേറ്റേഴ്സ് പോലുള്ള PP പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നമ്മൾ എന്താണ് വെയർ ചെയ്യേണ്ടതാണ്. ഓക്കെ, പിന്നെന്താ ശ്രദ്ധിക്കേണ്ടത്? കണ്ടെയ്ൻ ദ സ്പിൽ. ഈ സ്പില്ല്, ഈ കെമിക്കൽ സ്പില്ലേജ് സ്പ്രെഡ് ആകാതെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അബ്സോർബൻ മെറ്റീരിയൽസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഈ അബ്സോർബൻ മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്ത് ഈ സ്പില്ല് കൺട്രോളിൽ കൊണ്ടുവരാവുന്നതാണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ അബ്സോർബൻ മെറ്റീരിയൽസിനെയും പ്രോപ്പർ ആയിട്ട് ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലീൻ അപ്പ് ദ സർഫസ് അല്ലെങ്കിൽ ക്ലീൻ അപ്പ് ദ സ്പിൽ. ആ സ്പില്ല് ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫസ്റ്റ്ലി എങ്ങനെയാണ്? നമുക്ക് ഈ സ്പിൽ കിറ്റ് യൂസ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് ഇതിനെ കണ്ടെയ്ൻ ചെയ്തെടുക്കണം അല്ലേ? സ്പ്രെഡ് ചെയ്യാതെ തടയണം. അതിനുശേഷം നമുക്ക് എന്താണ്? ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യാം. അപ്പൊ ഈ സൊല്യൂഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അബ്സോർബൻ മെറ്റീരിയൽസ് ആയിക്കോട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിൽ മാനുഫാക്ചേഴ്സിന്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഫോളോ ചെയ്തിട്ടായിരിക്കണം ഇത്തരം മെറ്റീരിയൽസ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ലാസ്റ്റ് വൺ എന്താണ്? ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. വേസ്റ്റിനെ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടത്? എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ കെമിക്കൽ സ്പില്ലേജ്, വേസ്റ്റ് മാനേജ്മെന്റ്. റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാം. റിജു, നെക്സ്റ്റ് പേജിൽ ഒരു ചാർട്ട് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്, ഒരു ചാർട്ട് ഫോർമാറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൽ നോക്കാം. കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റ്. ഫസ്റ്റ്ലി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെക്ക് മേജർ ഓർ മൈനർ സ്പില്ലേജ്. ഓക്കെ, ഫസ്റ്റ് ഒരു കെമിക്കൽ സ്പില്ലേജ് ഉണ്ടായാൽ ഫസ്റ്റ്ലി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതൊരു മേജർ സ്പില്ലാണോ അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള സ്പില്ലേജ് ആണോ എന്ന് ഫസ്റ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, ഇഫ് മൈനർ, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ സ്പില്ലേജ് അല്ല സംഭവിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെയാണ്? ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? സേഫ്റ്റി ഓഫീസേഴ്സിന് നമ്മളത് ഇൻഫോം ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്? ഏരിയ എവിക്റ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഏരിയ എവിക്റ്റ് ചെയ്യണം. പിന്നെന്താണ്? PP വെയർ ചെയ്യണം. ഓക്കെ, then control spill of liquid by containing spill, use acid or alkali and place absorbent pads. Absorbent pads യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? സ്പില്ലിനെ സ്പ്രെഡ് ആകാതെ കണ്ടെയ്ൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, തടയേണ്ടതാണ്. സ്പില്ല് സ്പ്രെഡ് ആകാതെ തടയുന്നതിനായിട്ട് നമുക്ക് അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യാവുന്നതാണ്.
ഓക്കെ, പിന്നെന്താ ചെയ്യേണ്ടത്? ഡിസ്കാർഡ് അക്കോർഡിംഗ് ടു ദ റൂൾസ്. റൂൾസ് അനുസരിച്ചായിരിക്കണം, നമ്മൾ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അനുസരിച്ചായിരിക്കണം നമ്മൾ ഇത്തരം വേസ്റ്റുകൾ, ഈ കെമിക്കൽ സ്പില്ലേജിനെ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ റൂൾസ്? എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ പോളിസീസ് പാലിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെന്തായിരുന്നു? ഒരു കാര്യം കൂടി പഠിച്ചല്ലോ, എന്തായിരുന്നു അത്? ലേബിൾഡ് ആയിട്ടുള്ള ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഡീകണ്ടാമിനേറ്റ് ആൻഡ് ക്ലീൻ ഏരിയ. പ്രോപ്പർ ആയിട്ടുള്ള എന്താണ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ആ ഏരിയ ക്ലീൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡീകണ്ടാമിനേറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെന്താണ്? റേസ് ഇൻസിഡന്റ് ഫോംസ്. ഇത്തരം ഒരു സ്പില്ലേജ് ഉണ്ടായാൽ എന്താണ്, അത് ആരെയൊക്കെ അഫക്ട് ചെയ്തു, എന്തെങ്കിലും പ്രോപ്പർട്ടീസിന് ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ, തുടങ്ങിയ ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടോ, ഈ സ്പില്ലേജുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോപ്പർട്ടീസിന് ഡാമേജ് ഉണ്ടാകുകയോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടാകുകയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ റേസ് ചെയ്തിട്ടുള്ള ഒരു ഫോം ഉണ്ട്. ഓക്കെ, അപ്പൊ റേസ് ഇൻസിഡൻസ് ഫോം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇഫ് മൈനർ സ്പില്ലേജ് ആണെങ്കിൽ, ഓക്കെ, കെമിക്കൽ സ്പില്ലേജ് എങ്ങനെയാണ്? മൈനർ ആണെങ്കിൽ ഇത്തരം സ്റ്റെപ്സ് ആണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇഫ് ഇറ്റ്സ് മേജർ, മേജർ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നോട്ടിഫൈ അതേഴ്സ്. ഓക്കെ, മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? നോട്ടിഫൈ ചെയ്യണം. എവിക്ട് ദ ഏരിയ, ഏരിയ എവിക്ട് ചെയ്യണം. പിന്നെന്താണ്? പ്രിവെന്റ് അതേഴ്സ് ഫ്രം എൻറ്ററിങ് ദ ഏരിയ, ആ ഏരിയയിലോട്ട് എന്താണ് മറ്റുള്ളവരെ എൻറ്റർ ചെയ്യാതെ നമ്മൾ പ്രിവെന്റ് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്? വാച്ച് ഫോർ ഫയർ ഈ ഫ്ലെയിമബിൾ കെമിക്കൽസ് ആൻഡ് മാനേജ് പ്രോപ്പർലി. ചില കെമിക്കൽസ് എന്താണ് എന്താണ് ഫ്ലെയിമബിൾ ആണ്, ചിലപ്പോ തീ പടരാനൊക്കെ ചാൻസസ് ഉണ്ട് ചില കെമിക്കൽസ്. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും വേണം. ഓക്കെ, പ്രോപ്പർ ആയിട്ട് നമ്മൾ ആ സിറ്റുവേഷൻസ് ഒബ്സർവ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? കെമിക്കൽ സ്പില്ലേജിനായി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മേജർ ആണോ മൈനർ ആണോ നമ്മൾ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്? ഇഫ് ഇറ്റ് ഇസ് മൈനർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സേഫ്റ്റി ഓഫീസിനെ ഇൻഫോം ചെയ്തിരിക്കണം. അതുപോലെ ഏരിയ ഐസൊലേറ്റ് ചെയ്തിട്ട് PPE കിറ്റ് വെയർ ചെയ്തിരിക്കണം. എന്നതിന് ശേഷം അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടെയ്നിങ് സ്പിൽസ് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആൽക്കലോ ആസിഡൊക്കെ ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ അതും ഉപയോഗിക്കാം. ആൻഡ് ഡിസ്കാർഡ് അതെ വേസ്റ്റ് ഒക്കെ, ആ വേസ്റ്റുകളൊക്കെ എങ്ങനെയാണ് റൂളിൽ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ഡിസ്കാർഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ക്ലീൻ, ആ സ്ഥലം ഇപ്പൊ എന്തെങ്കിലും ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് എന്താണോ വാട്ട് എവർ ഇറ്റ് ഈസ് അത് കൃത്യമായിട്ട് കണ്ടാമിനേറ്റഡ് ആക്കി ക്ലീൻ ചെയ്തിരിക്കണം. എന്നതിന് ശേഷം ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് ഇതിന്റെ കാരണമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻസിഡന്റ് ഫോംസ് ഉണ്ട്, അത് ഫിൽ ചെയ്തിരിക്കണം. ഓക്കെ, ഇഫ് ഇറ്റ്സ് മേജർ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇഫ് ഇറ്റ്സ് മേജർ വി നീഡ് ടു നോട്ടിഫൈ അതേഴ്സ്, എല്ലാവരെയും അറിയിച്ചിരിക്കണം. എന്നിട്ട് ഏരിയ ഒഴിപ്പിക്കണം, ഐസൊലേറ്റ് ചെയ്യുക, എവിക്ട് ദ ഏരിയ ആൻഡ് പ്രിവെന്റ് അതേഴ്സ് ഫ്രം എൻറ്ററിങ് ദ ഏരിയയിൽ. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ തടയുക, ആരും അകത്തേക്ക് കയറ്റി വിടാതിരിക്കുക. അതുപോലെ തന്നെ ചിലപ്പം അത് ഫ്ലെയിമബിൾ ആയിരിക്കാം, തീ പടരാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതനുസരിച്ചിട്ട് ആ കെമിക്കൽ എന്താണോ സ്പ്രെഡ് ചെയ്ത് സ്പില്ല് മാനേജ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ചെയ്ത് കൃത്യമായിട്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് ചെയ്യുക. സിറ്റുവേഷൻസ് നമ്മൾ എന്താണ് പ്രോപ്പർ ആയിട്ട് ഒബ്സർവ് ചെയ്യുകയും എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത് തന്നെ പ്രോപ്പർ ആയിട്ട് ആ സിറ്റുവേഷൻസ് മാനേജ് ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നെക്സ്റ്റ് 2 ഏതൊക്കെയാണ് പിന്നെ വരുന്നത്? നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പഠിച്ചല്ലോ, അതിൽ ബാലൻസ് ഏതൊക്കെയാണ് ഉള്ളത്? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വരുന്നുണ്ട്, ദെൻ സ്പിൽ ഇൻ ലബോറട്ടറി ഏരിയ. ഓക്കെ, ഈ 2 ടോപ്പിക് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വരണം നെക്സ്റ്റ് ക്ലാസ്സിൽ. ക്ലിയർ അല്ലേ? റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് സ്പിൽ ഇൻ ലബോറട്ടറി ഏരിയ. ഓക്കെ, റേഡിയോ ആക്റ്റീവിന്റെ സ്പില്ലേജ് ഉണ്ടായാൽ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ സാഹചര്യം എങ്ങനെയാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ലബോറട്ടറി ഏരിയയിൽ മൈക്രോബിയൽ കൾച്ചേഴ്സിന്റെ സ്പില്ലേജ് ഉണ്ടായാൽ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്. 2 ടോപ്പിക് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വരണം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയായിരുന്നു ഇതുവരെ ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ്ലി നമ്മൾ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് പഠിച്ചല്ലേ? മെർക്കുറി സ്പില്ലേജ് എങ്ങുണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയായിരുന്നു ശ്രദ്ധിക്കേണ്ടത്?
മെർക്കുറി സ്പില്ലേജ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇത് ഒരു മൈനർ ആണോ മേജർ ആണോ എന്നുള്ളത് അസസ് ചെയ്യണം. ഉം. എന്നതിന് ശേഷം മേജർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ എമർജൻസി കോൾ ആദ്യം ഏരിയ എവിക്ട് ചെയ്ത ശേഷം ഉം. എമർജൻസിയെ സർവീസിനെ കോൾ ചെയ്തിരിക്കണം. എന്നതിന് ശേഷം ടേക്ക് അവേ ദ ജ്വല്ലറീസ് ഒക്കെ റിമൂവ് ചെയ്തിരിക്കണം. എന്നതിന് ശേഷം PPE വെയർ ചെയ്യുക, ഗ്ലൗസ്, ഗോഗിൾസ് ആൻഡ് റെസ്പിറേറ്റേഴ്സ്. റെസ്പിറേറ്റേഴ്സ് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെർക്കുറി വേപ്പേഴ്സ് ശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ബ്രീത്തിങ് ഇഷ്യൂസ് അതുപോലെ ലങ്സിന് വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് റെസ്പിറേറ്റേഴ്സ് ഷുഡ് വെയർ. ആൻഡ് പിന്നെ കണ്ടെയ്ൻ സ്പിൽ, കറക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ, സ്പില്ല് കളക്ട് ചെയ്യുന്ന ഒരു കണ്ടെയ്നർ അഥവാ അബ്സോർബൻ പാഡ്സ് അതൊക്കെ ഉപയോഗിച്ച് വൃത്തിയിൽ ക്ലീൻ ചെയ്തിരിക്കണം. ഓക്കെ, മെർക്കുറി സ്പിൽ കിറ്റ് പഠിച്ചിട്ടുണ്ട്, പറഞ്ഞല്ലോ, ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണ് മെർക്കുറി സ്പിൽ കിറ്റിൽ വരുന്നത്? PPE, പിന്നെന്താണ്? മെർക്കുറി അബ്സോർബൻ പൗഡർ. മെർക്കുറി അബ്സോർബൻ പൗഡർ. ഈ പൗഡർ നമ്മൾ സ്പ്രെഡ് ചെയ്താൽ ആ മെർക്കുറി എന്താണ് പൗഡർ ഫോമിലോട്ട് ട്രാൻസ്ഫർ ആകുകയും പിന്നെ എന്താണ് നമുക്ക് ഈസിലി ക്ലീൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ സക്ഷൻ ഡിവൈസ് വരുന്നുണ്ട് അതിൽ. And collection tools and absorbent materials such as absorbent pads. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ കാരുണ്യ. Then സ്പില്ല് കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം അബ്സോർബന്റ് മെറ്റീരിയൽസ് ആൻഡ് സ്പിൽ കിറ്റ് ഉപയോഗിക്കുക. അബ്സോർബന്റ് മെറ്റീരിയൽ വരുന്നതാണ് അബ്സോർബന്റ് പാഡ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ. അതിന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിൽസ് സ്പ്രെഡ് ആവുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. എന്നതിന് ശേഷം ഇൻ കേസ് ആ സ്പില്ല് നമുക്ക് സിറിഞ്ചിൽ കളക്ട് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അത് റീസൈക്കിളിന് വേണ്ടി ഡിസ്പാച്ച് ചെയ്യണം. ഓക്കെ, റീസൈക്ലിംഗിന് വേണ്ടി നമുക്ക് ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ എന്താണ് ക്ലീൻ അപ്പ് ദ സ്പിൽ? എങ്ങനെയാണ് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളത് അബ്സോർബ് മെറ്റീരിയൽസ് വെച്ച് ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ എന്താ പറയാ 10% സോഡിയം തയോസൾഫേറ്റ് വെച്ച് ഡീകണ്ടാമിനേറ്റ് ചെയ്യണം. ഓക്കെ, വെരി ഗുഡ്. ദെൻ നമ്മൾ എയർവേ ഓപ്പൺ ചെയ്യുക, വിൻഡോസ് ഓപ്പൺ ചെയ്തിടുക. എന്നതിന് ശേഷം നോർമൽ വാക്യൂമിങ്, അതായത് സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്യാം. എന്നതിന് ശേഷം നമ്മൾ സാധാരണ എന്താണോ ഏത് ഓപ്പറേഷൻ ആണ് നടക്കുന്നത് അത് ചെയ്യാം. പിന്നെ ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. ഇപ്പൊ അതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഡേഞ്ചറസ് എന്നുള്ള പേരിൽ ലേബൽ ചെയ്തിട്ട് വേണം അത് പ്രോപ്പർ ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഡിസ്പോസ് ചെയ്യാം. അത് എങ്ങനെയായിരിക്കണം റൂൾസ്, ഹോസ്പിറ്റൽസിന്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെയോ ഒക്കെ റൂൾസ് അനുസരിച്ചിട്ട് വേണം കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് സ്പില്ല് ഉണ്ടായി കഴിഞ്ഞാൽ അറിയിക്കേണ്ടവരെയൊക്കെ മെയിൻ സ്റ്റാഫ്സിനെയൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കണം. റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഷാർപ്പ് സ്പില്ലേജ്. ഓക്കെ കാരുണ്യ, മ്യൂട്ട് ചെയ്തോളൂ. ഷാർപ്പ് സ്പില്ലേജ് ആണെങ്കിൽ, ഷാർപ്സിന്റെ സ്പില്ലേജ് ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഷാർപ്സ്. അഞ്ചു ഉണ്ടോ? അഞ്ചു anybody? ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ മാം, ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിൽ വരുന്നതാണ്. പ്രത്യേകിച്ച് ഷാർപ്സ് ഉപയോഗിക്കും നമ്മൾ നീഡിൽസ്, സ്കാൽപ്സ്, അതുപോലെ അത് ഷാർപ്പ് മെഡിക്കൽ ടൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയാണ് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. അതെങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് മാനേജ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചുറീസോ ഇൻഫെക്ഷൻസോ ആർക്കൊക്കെ വെച്ചാൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും അതുപോലെ തന്നെ പേഷ്യൻസ്, അങ്ങനെ ആരാണോ ഇതിലായിട്ട് കോണ്ടാക്ട് വരുന്നത് അവർക്കൊരിക്കലും ഇൻഫെക്ഷൻസോ ഇഞ്ചുറീസോ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ അതിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, അതായത് PPE കിറ്റ് ഉപയോഗിക്കണം. അതുപോലെ തന്നെ PPE കിറ്റിൽ വരുന്നതാണ് ഗ്ലൗസ്, അതുപോലെ തന്നെ പഞ്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ. അതുപോലെ അതുമായിട്ട് കോണ്ടാക്ട് വരാതിരിക്കുക എന്ന് വെച്ചാൽ വേസ്റ്റും അഥവാ ഇഞ്ചുറീസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതുമായിട്ട് കോണ്ടാക്ട് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നറും അതുപോലെ തന്നെ ഗ്ലൗസും വിയർ ചെയ്യാൻ പറയുന്നത്. കണ്ടെയ്ൻ സ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പില്ല് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കണം? പഞ്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നറിലായിരിക്കണം അത് ഇട്ട് വെക്കേണ്ടത്. ആ ഷാപ്സ് എന്താണോ അത് ഇട്ട് വെക്കേണ്ടത്. എന്നിട്ട് ഇത് ലേബൽ ചെയ്യണം. ബയോ ഹസാർഡ് ബാഗ്സിലോ കണ്ടെയ്നറിലോ പ്രത്യേകം ലേബൽ ചെയ്തിട്ട് വേണം ഡിസ്കാർഡ് ചെയ്യാനായിട്ട്. എന്നതിന് ശേഷം അതിന് ആപ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ആ ഏരിയ ഡീകണ്ടാമിനേറ്റ് ചെയ്യുക, ക്ലീൻ ചെയ്യുക. ദെൻ വേസ്റ്റ് പ്രത്യേകം ഡേഞ്ചറസ് എഴുതിയിട്ട് പ്രത്യേകം ലേബൽ ചെയ്തിട്ടുള്ളൊരു ബയോ ഹസാർഡ് ബാഗ്സിലോ കണ്ടെയ്നറിലോ വേണം വേസ്റ്റ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ റിപ്പോർട്ട് ദ സ്പില്ല് ഉണ്ടായിട്ടുള്ളത്
നമ്മൾ പ്രോപ്പർ റെലവൻറ്റ് സ്റ്റാഫിനെ അറിയിക്കണം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് കളേഴ്സിലുള്ള കണ്ടെയ്നറിലാണെന്ന് പറഞ്ഞു അല്ലെ. കോമൺ കളേഴ്സ് ഏതൊക്കെയാണ്? കളർ കോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽസിൽ. ഡിഫറെന്റ് ടൈപ്സിലുള്ള കളർ കോഡ്സിലുള്ള കണ്ടെയ്നറിലോ ബാഗ്സിലോ ആണ് ഇത്തരം മെറ്റീരിയൽസിനെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ യെല്ലോ ബാഗ്സ് ചിലപ്പോ സ്ലൈറ്റ്ലി വേരി ചെയ്തിരിക്കാം. ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് ചില ഹോസ്പിറ്റൽസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. എന്നാലും കോമൺലി യെല്ലോ ബാഗ്സിൽ എത്തരത്തിലുള്ള വേസ്റ്റ് ആണ് ഡിസ്പോസ് ചെയ്യുന്നത്? യെല്ലോ കളർ ബാഗ്സിൽ കോട്ടൺ ഇൻഫെക്ഷ്യസ് വേസ്റ്റ്, അതായത് ക്ലിനിക്കൽ ആൻഡ് ഇൻഫെക്ഷ്യസ് വേസ്റ്റുകളാണ് നമ്മൾ യെല്ലോ ബാഗ്സിൽ ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ ആയിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസിനെയും നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് ഈ യെല്ലോ കളർ ബാഗ്സിലാണ്. ഓക്കെ, ബ്ലാക്ക് കളർ ബാഗ്സ് ഉണ്ട്. ബ്ലാക്ക് അതെന്തിനു വേണ്ടിയാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്? ബ്ലാക്ക് നോൺ ഇൻഫെക്ഷ്യസ് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് കളർ ബാഗ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഫുഡ് വേസ്റ്റ് ഒക്കെ ഇടുന്നത് ഏത് കളർ ബാഗ്സിലാണ്? ബ്ലാക്ക് കളർ ബാഗ്സിലാണ് അല്ലേ. ദെൻ റെഡ് ബാഗ്സ് ഉണ്ട്. റെഡ് ബാഗ്സ് ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് കളർ ബാഗ്സ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ സർജറി ടൈംസിൽ പേഷ്യന്റിൽ നിന്നും ഓർഗൻസ് റിമൂവ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ടിഷ്യൂസ് ഒക്കെ റിമൂവ് ചെയ്യുന്നത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് ബാഗ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബ്ലൂ കളർ ബാഗ്സ് ഉണ്ട്. ബ്ലൂ കളർ ബാഗ്സ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് മെഡിസിനൽ വേർഡ്സ്. ഓക്കെ, എക്സ്പയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസ് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ബ്ലൂ കളർ ബാഗ്സ് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ദെൻ വൈറ്റ് ഓർ ക്ലിയർ ബാഗ്സ് ഉണ്ട്. വിസിബിൾ ആയിട്ടുള്ള ക്ലിയർ ബാഗ്സ് അല്ലെങ്കിൽ വൈറ്റ് കളർ ബാഗ്സിലാണ് നമ്മൾ റിസൈക്ലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മെറ്റീരിയൽസിനെ ഡിസ്പോസ് ചെയ്യുന്നത്. പേപ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് ആയിക്കോട്ടെ, ഇത്തരം റിസൈക്ലബിൾ മെറ്റീരിയൽസ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് ഇത്തരം വൈറ്റ് അല്ലെങ്കിൽ എന്താണ് ക്ലിയർ ബാഗ്സിലാണ് ഡിസ്പോസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ മാം. യെല്ലോ ബാഗ്സിൽ നമ്മൾ എന്താണ് ഇൻഫെക്ഷ്യസ് വേസ്റ്റുകളെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്. ബ്ലാക്ക് ആണെങ്കിൽ എന്താണ് നോൺ ഇൻഫെക്ഷ്യസ് വേസ്റ്റുകളാണ് ഡിസ്പോസ് ചെയ്യുന്നത്. റെഡിലാണെങ്കിൽ എന്താണ് ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഈ ഓർഗൻസ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് പോലുള്ള ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റുകളാണ് നമ്മൾ ഇത്തരം ബാഗിൽ റെഡ് കളർ ബാഗിൽ ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലൂ ആണെങ്കിൽ എന്താണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് നമ്മൾ ഇത്തരം ബാഗ്സിൽ ബ്ലൂ കളർ ബാഗ്സിൽ ഡിസ്പോസ് ചെയ്യുന്നത്. ദെൻ വൈറ്റ് ഓർ ക്ലിയർ ബാഗ്സിൽ എന്താണ് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള റിസൈക്ലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, പേപ്പേഴ്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോലുള്ള മെറ്റീരിയൽസ് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വൈറ്റ് അല്ലെങ്കിൽ ക്ലിയർ ബാഗ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം ഡിഫറെന്റ് കളേഴ്സിലുള്ള ബാഗ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ? ഈസിലി നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയും അല്ലെ, പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഓക്കെ, വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് ഓരോന്നും പർട്ടിക്കുലർലി നമുക്ക് പ്രത്യേകം തിരിച്ചറിയാനായിട്ട് ഇത്തരം കളർ കോഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ലാസ്റ്റ് വൺ എന്തായിരുന്നു? കെമിക്കൽ സ്പില്ലേജ് അല്ലെ. കെമിക്കൽ സ്പില്ലേജ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? കെമിക്കലിന്റെ സ്പില്ലേജ് ഉണ്ടായാൽ ഷീന ഓക്കെ, എന്താണ് കെമിക്കൽ സ്പില്ലേജ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പറയൂ. മേജർ ആണോ മൈനർ ആണോ? ഓക്കെ, പറയൂ. പിന്നെ നെക്സ്റ്റ് മേജർ ആണെങ്കിൽ വിത്ത് ഏരിയ ആൻഡ് എമർജൻസി കോൾ സർവീസ്. ഏരിയ എന്ത് ചെയ്യണം? ഇഫ് ഇറ്റ്സ് മേജർ ആണെങ്കിൽ ആ ഏരിയ എവിക്ട് ചെയ്തതിന് ശേഷം എമർജൻസി സർവീസിനായിട്ട് കോൾ ചെയ്യാവുന്നതാണ്. പിന്നെന്താ? നെക്സ്റ്റ് വന്നിട്ട് വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. ഏതൊക്കെയാണ്? ഗ്ലൗസ്, ഗോഗിൾസ്, അങ്ങനത്തെ പോലുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യണം. വെയർ ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്? കണ്ടെയ്നർ സ്പില്ല്. എങ്ങനെ കണ്ടെയ്ൻ ചെയ്യണം? അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് സ്പ്രെഡ് ആവാതെ തടയണം. ഫോർ എക്സാമ്പിൾ ടിഷ്യൂ,
പാഡ്സ്, പാഡ്സ്, പേപ്പേഴ്സ്. നമ്മൾ യൂസ് ചെയ്തിട്ട് എന്താണ് സ്പ്രെഡ് ചെയ്യാതെ തടയണം അതിനെ. ഓക്കെ, ഇത്തരം അബ്സോർബൻ മെറ്റീരിയൽസ് ആയിക്കോട്ടെ സൊല്യൂഷൻസ് ആയിക്കോട്ടെ യൂസ് ചെയ്യുമ്പോൾ മാനുഫാക്ചറിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കണം നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെന്താണ് ക്ലീൻ അപ്പ് ദ സ്പിൽ. മാനുഫാക്ചേഴ്സിന്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ അത് യൂസ് ചെയ്യണം. പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ വീണ്ടും സ്പ്രെഡ് ആവാതെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം. പിന്നെ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഏതൊരു വേസ്റ്റും ഡിസ്പോസ് ചെയ്യുമ്പോൾ മെയിൻലി രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ്? എല്ലാ ലേബിൾഡ് ആയിട്ടുള്ള ബാഗിലായിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെന്താണ്? പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് യൂസ് ചെയ്തിട്ട് വേണം പാലിച്ചിട്ട് വേണം നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ റിപ്പോർട്ട് ദ സ്പിൽ. സ്പില്ലിനെ കുറിച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കൺസേൺഡ് സ്റ്റാഫിനെ നമ്മൾ എന്താണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ഈ ചാർട്ടിൽ പഠിച്ചു ഇഫ് മൈനർ ആണെങ്കിലും മേജർ ആണെങ്കിലും എന്താണ് ശ്രദ്ധിക്കേണ്ട ഫോളോ ചെയ്യേണ്ട ചില സ്റ്റെപ്സുകൾ പഠിച്ചു. മൈനർ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ്ലി എന്ത് ചെയ്യണം? സേഫ്റ്റി ഉദ്യോഗസ്ഥരെ അറിയിക്കണം. പിന്നെന്താണ് ആ ഏരിയ എവിക്റ്റ് ചെയ്യണം, ഐസൊലേറ്റ് ചെയ്യണം, PPE വെയർ ചെയ്യണം. പിന്നെന്താണ് കണ്ടെയ്ൻ ചെയ്യണം. ആ സ്പില്ലിനെ സ്പ്രെഡ് ചെയ്യാതെ തടയുന്നതിന് വേണ്ടി അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാം. പിന്നെന്താണ് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അനുസരിച്ചായിരിക്കണം നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. പിന്നെന്താണ് ആ ഏരിയ പ്രോപ്പർ ആയിട്ട് ഡീകണ്ടാമിനേറ്റ് ചെയ്യണം. ഓക്കെ, ഏത് സൊല്യൂഷൻ ആണോ വേണ്ടത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ യൂസ് ചെയ്ത് ആ ഏരിയ നമ്മൾ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യേണ്ടതാണ്. ദെൻ റേസ് ഇൻസിഡന്റ് ഫോം. ഈ സ്പില്ലേജുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഇഞ്ചുറീസോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിന് ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു ഫോംസ് ആണ്. ആ ഫോംസ് ഫിൽ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ദെൻ ഇഫ് മേജർ ആണെങ്കിൽ എന്താ ശ്രദ്ധിക്കേണ്ടത്? ആസ് യൂഷ്വൽ നോട്ടിഫൈ അതേഴ്സ്. മറ്റുള്ളവരെ അറിയിക്കണം. ദെൻ എവിക്ട് ഏരിയ. ദെൻ പ്രിവെന്റ് അതേഴ്സ് ഫ്രം എൻറ്ററിങ് ദ ഏരിയ. ആ ഏരിയയിലോട്ട് മറ്റുള്ളവരെ എൻറ്റർ ചെയ്യുന്നത് എന്ത് ചെയ്യണം? പ്രിവെന്റ് ചെയ്യണം, തടയണം. ദെൻ വാച്ച് ഫോർ ഫയർ ഇഫ് ഫ്ലെയിമബിൾ കെമിക്കൽസ് ആൻഡ് മാനേജ് പ്രോപ്പർലി. ചില കെമിക്കൽസ് എന്താണ് തീ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അത്തരം കെമിക്കൽസ് ആണെങ്കിൽ ആ സിറ്റുവേഷൻ പ്രോപ്പർ ആയിട്ട് ഒബ്സർവ് ചെയ്യുകയും അതിനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുകയും വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു സ്പില്ലിന്റെ ഒരു കെമിക്കലിന്റെ ലീക്കേജ് ഉണ്ടായാൽ ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? മെർക്കുറി സ്പില്ലേജ് പഠിച്ചു. ദെൻ പിന്നെന്തായിരുന്നു? ഷാർപ്സ് പഠിച്ചു. ദ ലാസ്റ്റ് വൺ വാസ് വാട്ട് വാസ് ഇറ്റ്? കെമിക്കൽ സ്പില്ലേജ് അല്ലെ? കെമിക്കൽ സ്പില്ലേജ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഏതൊക്കെയാണ്? റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് പഠിക്കണം. പിന്നെന്താണ്? സ്പിൽസ് ഇൻ ലബോറട്ടറി ഏരിയ. ഈ രണ്ട് ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. എന്തിനാണ് നോക്കിയ? റെഡ് ബാഗ് എന്തിനാണ്? ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് റെഡ് കളർ ബാഗ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോ സർജറി ടൈംസിൽ സർജൻസ് എന്താണ് ആ പേഷ്യൻസിൽ നിന്നും എന്തെങ്കിലും ഓർഗൻസ് അല്ലെങ്കിൽ എന്താണ് ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ ആ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത് റെഡ് കളർ ബാഗ്സിലാണ്. ഓക്കെ, കിട്ടിയോ? ഓക്കെ ഓക്കെ, ബൈ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.